എന്റെ അമ്മാവനാണ് മമ്മൂട്ടി. അദ്ദേഹം തനിച്ച് കഷ്ടപ്പെട്ടു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആരും ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. എനിക്കിപ്പോ എന്റെ അമ്മാവനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ് എനിക്ക് വേഷം തന്നേ പറ്റുള്ളൂ, ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പിടിച്ച് ബലം പിടിച്ച് എനിക്ക് അഭിനയിക്കണമെന്ന് പറയാം. നമ്മൾ തന്നെ കഷ്ടപ്പെട്ടു വരിക എന്നുള്ളൂ. ഇപ്പം മമ്മൂട്ടിയായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒരുപാട് കേൾക്കുന്നുണ്ട്, സ്വാഭാവികം. മലയാളത്തിൽ അങ്ങനെ മൂവി ഫാമിലീസ് കുറവാണ്, ബട്ട് ആക്ടേഴ്സിന്റെ മക്കൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരൊക്കെ വരുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഈ നെപ്പോട്ടിസത്തെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുണ്ടാവും. പക്ഷേ അഷ്കറിന്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ഒരുപാട് പടങ്ങളിൽ അങ്ങനത്തെ വേഷങ്ങൾ ചെയ്യുന്നു, ആൽബംസ് ചെയ്യുന്നു. ലൈക്ക് ഈ ഔട്ട്സൈഡർ എന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനത്തെ ഒരു കരിയർ ഗ്രാഫ് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അല്ലാണ്ട് ഒരു ലോഞ്ച് ചെയ്യപ്പെടുക എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സോ എന്നാലും ആളുകൾ കണക്ട് ചെയ്യുമല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വേഷങ്ങൾ മമ്മൂട്ടിയുടെ ഒരു ബന്ധു ആയതുകൊണ്ട് നിങ്ങൾക്ക് വേഷങ്ങൾ എളുപ്പത്തിൽ ലഭിച്ചു കാണില്ലേ? അത്തരം ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എൻ്റെ കരിയർ ഇങ്ങനെയാണെന്നാണോ മറുപടി കൊടുക്കാറുള്ളത്? എങ്ങനെയാക്കും അത്തരം ക്വസ്റ്റ്യൻസിനെ നമ്മൾ നേരിടുക? എന്റെ കരിയർ ഇങ്ങനെയാണ്. എന്റെ അമ്മാവനാണ് മമ്മൂട്ടി. അദ്ദേഹം തനിച്ച് കഷ്ടപ്പെട്ടു വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആരും ബാക്ക്ഗ്രൗണ്ട് ഇല്ലായിരുന്നു. എനിക്കിപ്പോ എന്റെ അമ്മാവനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ് എനിക്ക് വേഷം തന്നേ പറ്റുള്ളൂ, ഈ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരും പിടിച്ച് ബലം പിടിച്ച് എനിക്ക് അഭിനയിക്കണമെന്ന് പറയാം. നമ്മൾ തന്നെ കഷ്ടപ്പെട്ടു വരിക എന്നുള്ളൂ. ഒരിക്കലും ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ടോ ഒന്നുമില്ല. നമ്മൾ തന്നെ നമ്മൾ തന്നെ കഷ്ടപ്പെടുക. നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടുക. നമുക്ക് ഇഷ്ടമുള്ള എന്താണ്, എന്ത് മേഖലയാണ്. പിന്നെ ഞാൻ സിനിമയിലാണ് വരണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളാണ്. ചെറിയ നമ്മുടെ ആൽബം ആണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും സീരിയലിൽ അഭിനയിച്ചു, അങ്ങനെ വന്ന് ചെറിയ പടങ്ങൾ ചെയ്തു, അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം ഒരിക്കലും എനിക്ക് നെപ്പോട്ടിസം ഇതൊന്നും ഒരു കാര്യമില്ല. എത്ര നെപ്പോട്ടിസം സിനിമയിൽ എത്ര സപ്പോർട്ട് ഉണ്ടെങ്കിലും കഴിവില്ലെങ്കിൽ പോയില്ലേ, നമുക്കൊരു ഭാഗ്യ ഒരു സ്റ്റേജ് കിട്ടില്ല, ഒരു പ്ലാറ്റ്ഫോം കിട്ടിയില്ലെങ്കിൽ അവിടെ കട്ട. വിനീത് ശ്രീനിവാസനും പൃഥ്വിരാജൊക്കെ പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് മൂവി നിങ്ങളൊരു ഒരു സീറ്റ് കിട്ടും. അപ്പൊ വിനീത് ശ്രീനിവാസനാണല്ലോ, അവർക്ക് ഒരു സീറ്റ് കിട്ടും. അപ്പൊ വിനീത് ശ്രീനിവാസനാണല്ലോ പൃഥ്വിരാജാണല്ലോ, അവരുടെ കഴിവ് തെളിയിച്ച് അവർക്ക് കഷ്ടപ്പെട്ട് അവർ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അപ്പൊ അവരെ അച്ഛനാരാണ്, ഇതാണ് ഞങ്ങൾ ഇങ്ങനെയാണ്, അത് പറഞ്ഞുകൊണ്ടല്ല. അപ്പൊ അവർക്കൊരു കഴിവുണ്ടല്ലോ, എല്ലാവർക്കും അവരുടെ കഴിവുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജും കൂടെ കിട്ടണം നമുക്ക്, ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം അവർക്ക് കിട്ടി. അവരതിനു വേണ്ടി കഷ്ടപ്പെട്ടു, അവർ ബോർഡ് റെഡിയാക്കി, അവന് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ദുൽഖറും, അദ്ദേഹം മമ്മൂട്ടിയുടെ മോനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ദുൽഖറും വന്നത്. അപ്പം ഞാനും അതുപോലെ കഷ്ടപ്പെട്ട് വന്നതല്ല. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കാര്യം, എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുന്നു, അവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുക, പ്രേക്ഷകർ അംഗീകരിക്കുമോ. നിങ്ങളിപ്പം മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങളുടെ കസിൻ ഗാങ് ആയിരിക്കുമല്ലോ കുറച്ചുകൂടെ ഒരു കമ്പനി, അല്ലെങ്കിൽ ഇപ്പം ദുൽഖർ, മക്ബൂൽ, ഇപ്പോൾ മഷ്കറുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കസിൻ സെറ്റ്, ഇപ്പോൾ നമ്മുടെ തന്നെ കസിൻ ഗാങ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടി ഉണ്ടായിരിക്കും. നമ്മൾ അവരായിട്ടായിരിക്കും നമ്മുടെ ഡ്രീംസ്, നമുക്ക് വലുതാകുമ്പോൾ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചൊരു ഗാങ് അടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഇപ്പം മേ ബി അപ്പം നിങ്ങൾ ഈ കസിൻ ഗാങ് തമ്മിൽ ലൈക്ക് സിനിമ കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് ഡിസ്കസ് ചെയ്യലുണ്ടായിരുന്നോ? ലൈക്ക് ആ ടൈം തൊട്ട് ഈ ആക്ടർ ആവണം അങ്ങനെ കാര്യങ്ങളായിരുന്നോ നിങ്ങൾ പരസ്പരം പറയാറുള്ളത്? ഞങ്ങൾ കുട്ടിക്കാലത്തുള്ള പരിപാടികൾ, കുളത്തിൽ ചാടുക, കളിക്കുക, കള്ളനും പോലീസും കളിക്കുക, അതെല്ലാം ഉണ്ടായിരുന്നു. ദുൽഖറും വരും, പെരുന്നാൾ സമയത്ത് ദുൽഖർ ഉണ്ടാവും. അല്ലാതെ അഭിനയിക്കണം എന്നൊക്കെ